ഹായ് ഫ്രണ്ട്സ്, എവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയാണോ അതോ നമ്മുടെ അർജുൻ ശ്രീധു കോംബോയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? നിങ്ങൾക്ക് ഏത് കോംബോയാണോ ഇഷ്ടം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ ഏതാണ്? ഇപ്പം അവരുടെ കോംബോയിൽ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന ഏത് കോംബോയാണ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കുന്ന കോംബോ ഏതാണ്? കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ശ്രീധുവും അർജുനും തമ്മിൽ നല്ല കോംബോയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഓവറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലാത്തതുകൊണ്ട് അവർക്കധികം അവിടെ ഒരുപാട് ഫാൻസ് ഉണ്ടായി, ഒരുപാട് അവരുടെ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ടായി. പക്ഷെ നേരെ തിരിച്ചായിരുന്നു ഗബ്രി ആൻഡ് ജാസ്മിൻ്റെ കോംബോ. ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, ഒരുപാട് വിമർശിച്ചു, ഒരുപാട് വീഡിയോകൾ ഇട്ടു. പക്ഷെ അവരവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്ത രണ്ട് വ്യക്തികളാണ് ജാസ്മിൻ ആൻഡ് ഗബ്രി. പക്ഷെ ഇറങ്ങിയതിന് ശേഷം ഇവരുടെ ഏത് കോംബോയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്? അത് ഞാൻ പറയുകയാണെങ്കിൽ ജാസ്മിൻ ആൻഡ് ഗബ്രി കോംബോയാണ്. അവർ പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ശ്രീധുവിൻ്റെ അർജുൻ അവർ തമ്മിലുള്ള തിരക്കൊക്കെ കാരണം അവർ തമ്മിലുള്ള കോംബോ അവിടെ വെച്ചുള്ള ഇതൊക്കെ ഉള്ളൂ. പിന്നെ അവരിടയ്ക്ക് ഷോയിലൊക്കെ കുറച്ച് അവർ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളു. അർജുൻ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിക്കുകയാണ്, പിന്നെ ശ്രീധു സീരിയലിൽ അഭിനയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്ന കോംബോ എന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി കോംബോ. അവിടെ പോയാലും അവർ ഒരുമിച്ചാണ്, ഇപ്പോഴും പോകുന്നത് ഒരുമിച്ചാണ്. കല്യാണത്തിനാണേലും അവർ ഉദ്ഘാടനത്തിനാണേലും അവർ പോകുന്ന എല്ലായിടത്തും ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷെ അവരുടെ കോംബോയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ. പക്ഷെ അവിടെ നിന്ന സമയത്ത് ശ്രീധു ആൻഡ് അർജുൻ കോംബോയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. ഇവരുടെ കോംബോ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇവർക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായി. എനിക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളത് കണ്ട കാര്യങ്ങൾ പിന്നെ നമ്മളതിനെക്കുറിച്ച് വലിച്ചടിച്ച് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ കോംബോയെ കഴിഞ്ഞ് ഏറ്റവും നല്ല ഇപ്പോഴത്തെ കോംബോ ജാസ്മിൻ ആൻഡ് ഗബ്രി കോംബോ. പക്ഷേ ഈ കോംബോ വിജയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങിയ ശേഷം ഇവരുടെ കോംബോ ഇവർ ഒരുപാട് വീഡിയോ ചെയ്ത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇവരുടെ പ്രണയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ കോംബോ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെട്ടു. എന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഇൻ്റർവ്യൂവിലാണേലും അതെ, ഒരുപാട് ഫങ്ഷനിലാണേലും അതെ, ഒരുപാട് പരിപാടിയിലാണേലും അതെ, എല്ലായിടത്തും ഒരു കല്യാണത്തിനുമാണ് എല്ലാവരും ഇവർ ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ ഈ കോംബോ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്. എവിടെ പോയാലും ജാസ്മിൻ്റെ ഗബ്രിയുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. ഇപ്പം സിജോയുടെ കല്യാണത്തിന് ഇന്നലെ വന്നു, പക്ഷെ എല്ലാവരും ജാസ്മിൻ്റെ ഗബ്രിയുടെ പുറകെയായിരുന്നു. പക്ഷെ അവരുടെ കോംബോ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അവരാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാര വെക്കാൻ പോകത്തില്ല. ഇപ്പം ഇവർ അവിടെ ബിഗ് ബോസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോഴും. എന്നുവെച്ചാൽ ഒരാൾ പാര വെച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ പാര വെച്ച് അവർക്കിട്ട് പണി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അവരെ രണ്ടുപേരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് സംസാരിക്കാറുണ്ട്. ജാസ്മിൻ എന്തെങ്കിലും ഉണ്ട്, ഗബ്രിയൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് ആണ്, നല്ല കെയറിങ് ഉണ്ട് ഇപ്പോഴും. ഇപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത് പ്രണയം എന്തോ ആയിക്കോട്ടെ, നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ള കോംബോ അത്ര ഫേക്കാന്നല്ല ഞാൻ പറയുന്നത്. ആ കോംബോയും നല്ലതായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോംബോ ആയിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ തിരക്കും ഇതൊക്കെ ആയിട്ട് അവരങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഇല്ല. ഷോയിൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഷോയിൽ മാത്രമേ ഉള്ളായിരുന്നു അവർ. ഇപ്പം അതല്ല, ജാസ്മിൻ ആൻഡ് ഗബ്രി കോംബോ അതല്ല, ഇപ്പോഴും എല്ലായിടത്തും മുന്നിൽ എല്ലാവരുടെയും ഉണ്ട്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന്. അപ്പോൾ അവരുടെ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അന്ന് ഹേറ്റേഴ്സ് ആയിട്ട് എല്ലാവരും ഇപ്പോൾ അവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസായി. അതാണ് സത്യത്തിൽ ഉണ്ടായത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.